ഹലോ അസ്സലാമു അലൈക്കും. റമദാൻ മുബാരക്. എല്ലാവരും നല്ല സുഖമായിട്ട് നോമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും ഇഫ്താർ വ്ളോഗ് മാത്രമായിട്ടല്ല കേട്ടോ, ഒരു ഡേ വ്ളോഗ് എന്ന് പറയാം. രാവിലെ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ 2 സ്നാക്കിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്, അതുപോലെ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ ഉമ്മ പറഞ്ഞ് പത്തിരിപ്പൊടി ആക്കാനുള്ള അരി ചിക്കിയിട്ടിട്ടുണ്ടെന്ന്. അത് ഉമ്മ ഓൾറെഡി ഉണക്കി വെച്ചതേനു. അപ്പോൾ ഇന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഒന്നും കൂടെ വെയിലത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ കുറേ പേരിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടേനു ഏത് അരിയാണ് നമ്മളെ വീട്ടിൽ പത്തിരിക്കായിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് ഒന്ന് കാണിച്ചു തരാം. അപ്പുറത്ത് ഗോതമ്പും ഉണ്ട് കേട്ടോ. ഇനിയിപ്പം രണ്ടും തീർന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉമ്മ അത് രണ്ടും പൊടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വെച്ചതാണ്. ഇത് അയ്യാറെട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അരിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ, നമ്മളെ വീട്ടിൽ പത്തിരിക്കായിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ അതുമ്മ നേരത്തെ തന്നെ കഴുകി ഉണക്കി വെച്ചതേനു. ഇതിപ്പം എന്താ പറയുക, ഒന്ന് ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് വെയിലത്ത് കൊണ്ടുപോയിട്ടതാണ്. ഇനിയിപ്പം തന്നെ ഇത് പൊടിക്കാനായിട്ട് കൊടുക്കും. നമ്മൾ ഏതായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടേനു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഫ്ലോർ മില്ലാണ് കേട്ടോ അത്. അവിടെ വന്നിട്ടാണ് നമ്മളിപ്പം അരിയും സാധനങ്ങളും ഒക്കെ പൊടിപ്പിക്കലുള്ളത്. അപ്പം ഉമ്മ അരി അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉമ്മക്കും എനിക്കും എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാങ്കിലേക്ക് പോകാനുണ്ടേന് കേട്ടോ. അപ്പോൾ ഓരോ രണ്ടാളും പോയിട്ടുണ്ട്, ഞാൻ കാറിൽ തന്നെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മളെ അങ്ങാടി, വള്ളിക്കുന്ന് അങ്ങാടി. ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. ATM ഉണ്ട്, പിന്നെ എന്താ പറയുക സ്റ്റേഷനറി ഷോപ്പുണ്ട്, എല്ലാ തരം കടകളും ഉണ്ട്. എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ക്രീം, ചീസ് അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ കിട്ടില്ല. അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പരപ്പനങ്ങാടിക്കാണ് ഇനി പോകാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു കേട്ടോ, എന്തുകൊണ്ടാണ് ഇപ്പം വീഡിയോസിലൊന്നും ഫേസ് കാണിക്കാത്തതെന്ന്. ഒന്നുമല്ല, നോമ്പിൻ്റെ ക്ഷീണം പിടിച്ചിട്ടുണ്ട്. പിന്നെ സ്കിൻ കെയർ ഒന്നും ഇപ്പോൾ വല്ലാതെ ശ്രദ്ധിക്കലില്ല, അതുപോലെ ഡയറ്റും വല്ലാതെ നോക്കലൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഏതായാലും ഇഫ്താർ വ്ളോഗ്സ് അല്ലേ ഇപ്പോൾ ചെയ്യുന്നത്, അപ്പോൾ പിന്നെ ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അങ്ങനെ ഇപ്പോൾ പരപ്പനാടി എത്തിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ആകെ ഒരു 10-15 മിനിറ്റൊക്കെ ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക് വരാനായിട്ട്. അടുത്ത് തന്നെയാണ്. ഞങ്ങളൊരു 12:30 കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഈ സമയം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. ഈ സമയം എന്നല്ല, ഇപ്പോൾ പൊതുവേ ഒരു 4-5 ദിവസമായിട്ട് നല്ല ചൂടുണ്ട്. കുറച്ച് ദിവസം മുന്നേ മഴയൊക്കെ പെയ്തപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ല സുഖം ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇപ്പം വീണ്ടും ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ അല്ലമീനിലെത്തിയിട്ടുണ്ട്. അല്ലമീൻ എന്നാട്ടോ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്. അപ്പോൾ ഇനി ഇറങ്ങാണ്. നമ്മൾ ലിസ്റ്റൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് കാണുന്ന സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. മെയിനായിട്ട് ഞാൻ വന്നത് ചീസും ക്രീമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ആദ്യം എടുക്കുന്നത്. ഞാൻ മിനി പിസ്സ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിസ്സ കഴിക്കാനായിട്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അത് ചെറുത് ഉണ്ടാക്കി വെച്ചാൽ നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മയണൈസ് എടുക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ എന്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അധിക സാധനങ്ങൾക്കും മയണൈസ് ഡിപ്പായിട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ ഫില്ലിങ്ങിൻ്റെ കൂടെ കിടലുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പാക്കറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അപ്പം വെച്ചിട്ട് മയണൈസ് ഉണ്ടാക്കാൻ നിൽക്കണമല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. വാങ്ങിയത് തീർന്നിട്ടുണ്ടേനു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് മയണൈസ് എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ഇത് പിന്നെ ഞാൻ ഗുലാബ് ജാമുൻ്റെ മിക്സ് എടുത്തിന് കേട്ടോ. അത് ഇനി പെരുന്നാക്കോ അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ട് അത് ബൈ 1 ഗെറ്റ് 1 ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സും പിന്നെന്താ പറയുക അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പം അതിൽ നിന്ന് നമ്മൾ ഒരു പാക്കറ്റ് ഓട്സിൻ്റെ മുട്ടായി ഉണ്ടല്ലോ, അതും വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബില്ലടിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന ഒരു താത്തനെ കണ്ടിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ ഓരിൻ്റെ സൗണ്ട് കേട്ടിട്ട് തിരിച്ചറിഞ്ഞ് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ടേനു. പിന്നെ അതാ ബില്ലടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ചു പോവാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നല്ല ബില്ലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വാങ്ങിച്ചതൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഇനി വേറെ പണികളൊന്നുമില്ല, നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. വീട്ടിലെത്തി കുറച്ച് സമയം ഒന്ന് കിടന്നിട്ടോ. ഒന്ന് പുറത്തിറങ്ങിയാൽ തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമാവുമല്ലോ. അങ്ങനെ പിന്നെ ഒരു 4:30ക്കാണ് ഇപ്പം കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് നോമ്പിന് ട്രൈ ചെയ്ത് പാളിപ്പോയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിടുകയാണ്, കുറച്ച് കാറ്റും വെളിച്ചൊക്കെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഷവർമൻ്റെ ഫില്ലിങ് വെച്ചിട്ട് അത് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാബേജ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ക്യാബേജ് എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ചോപ്പറിലിട്ടാൽ മതിയേനു. പിന്നെ എനിക്ക് ചോപ്പറൊക്കെ എടുത്ത് വരണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ കത്തി വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പം ഒരു 15 നോമ്പൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനി തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയും കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണുന്നതൊക്കെ എടുത്തിരുന്നുണ്ട്. ക്യാരറ്റ് തീർന്നിട്ടുണ്ടേനു, അപ്പോൾ പിന്നെ ക്യാരറ്റ് കിട്ടിയില്ല.
അപ്പം ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇടലുണ്ടേനി. പിന്നെ ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തേന്. ഇതുമ്മ രാവിലെ വെച്ചിട്ടുള്ള കറിയേനു, ചിക്കൻ കറിയാണ്. അപ്പോൾ അതിൽ കുറേ പീസ് കണ്ട്, ചിക്കൻ്റെ പീസസ് കുറേ ഉണ്ടേനു. അങ്ങനെ ഞാൻ അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള കുറച്ച് ബോൺലെസ് ആയിട്ടുള്ളതും പിന്നെ ഇത്തിരി ഇറച്ചി തോനുള്ള പീസസൊക്കെ നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇത്ര കറിയൊന്നും ഇപ്പോൾ ഏതായാലും അനിയൻ മാത്രമായിട്ട് കൂട്ടാൻ പോണില്ല. എനിക്ക് പിന്നെ ചിക്കൻ കറി വലിയൊരു താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് പീസസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചിക്കൻ കറിയിൽ നിന്ന് എടുത്തിട്ടുള്ള പീസസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ, കാരണം കറി കുറച്ച് ഉണ്ടേനും അതിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയപ്പം ഞാൻ വേഗം തന്നെ അത് അടച്ച് വെച്ച്. ഇനിയിപ്പോൾ അതങ്ങനെ അവിടെ കിടന്നിട്ട് ആയിക്കോളും. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ സംഭവം റെഡി ആയിട്ട് കിട്ടും. പിന്നെ കുറേ ചെറുപഴം ഉണ്ടേനു, നമ്മളെ മൈസൂർ പഴം ഉണ്ടല്ലോ, അത് കുറേ ഉണ്ടേനു കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് നമുക്കൊരു അവിൽ മിൽക്ക് ഉണ്ടാക്കാനേനു ആദ്യം വിചാരിച്ചത്. പിന്നെ അതൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തിട്ട് അവിൽ മിൽക്ക് പുഡിങ് ആക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ടൊരു 5-6 മൈസൂർ പഴം ഞാൻ എടുത്തിന്. ചെറിയ പഴമാണ്, അപ്പോൾ ഒരു 5-6 എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിന്. ഈ പഞ്ചസാര ശരിക്കും കുറവേനി കേട്ടോ, കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണേനി. പിന്നെ അതാ ഇങ്ങനെ ഈ മാഷ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും അവിൽ മിൽക്ക് ഉണ്ടാക്കുമ്പം ഇങ്ങനെ മാഷ് ചെയ്തെടുക്കണം കേട്ടോ നല്ലത് പഴം. ചിലരൊക്കെ അത് ജ്യൂസ് അടിക്കുന്ന കണ്ടിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്, അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നല്ലോണം പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. അത് ചൂടാറിയിട്ട് വേണം പിച്ചിയെടുക്കാൻ. പിന്നെ ഇതാ നമ്മൾ പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാലും പഴവുമാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ക്രീം എടുത്തിട്ടില്ല, ജസ്റ്റ് പാലും പഴം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മേലേക്ക് അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഇടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ള അവിലാണ് കേട്ടോ, ഒരിങ്ങനെ വീട്ടിൽ കൊണ്ടുവരലുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉമ്മ വാങ്ങിയിട്ടുള്ളതേനു. ശരിക്കും നമ്മൾ പൊരിയാവിലാണ് ഈ അവിൽ മിൽക്കിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ പൊരിയാവിൽ ചേർക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ അതിൻ്റെ ക്രഞ്ചിനെസ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പൊതിർന്നോവും. പിന്നെ ഞാൻ ഈ അവിലൊന്ന് പൊതിരാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഉള്ളിയും തക്കാളിയും പിന്നെ എന്താ പറയുക ക്യാബേജും, അതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ഷവർമൻ്റെ ടൈപ്പ് ഫില്ലിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. സാധാരണ അറബിക് ഷവർമൻ്റെ ഫില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്യാബേജൊന്നും ചേർത്ത് കൊടുക്കൂലേ, പിക്കിൾഡ് ആയിട്ടുള്ള ക്യുക്കുംബറും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതിൽ ചേർക്കുക, ഫ്രഞ്ച് ഫ്രൈസൊക്കെ. അപ്പോൾ ഞാനിത് നാട്ടിലെ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ചിക്കൻ പിച്ചി എടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 6 ബ്രെഡ് പോക്കറ്റ് ആക്കാനാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ അതിലേക്കുള്ള ഫില്ലിങ് കണക്കാക്കി എടുത്തതാണെങ്കിലും കുറച്ച് അധികം ഉണ്ടേനു. ഇനിയിപ്പം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേന്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ചിക്കനിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി പിന്നെ ഞാൻ മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കുന്നതാണെങ്കിലും ഓക്കെ ആണ്. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. പിന്നെ ഇന്ന് പത്തിരിയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ഉമ്മ ചപ്പാത്തി ആക്കിയിട്ടുണ്ട് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം ചപ്പാത്തിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ബ്രെഡാണ്, മോഡേൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. അപ്പം സാൻഡ്വിച്ച് ബ്രെഡാണ് കേട്ടോ. പിന്നെ സാധാരണ വാങ്ങിക്കുന്ന ബ്രെഡിനേക്കാളും നല്ല വലിപ്പമുണ്ടേനു കേട്ടത്. അതുപോലെ തന്നെ അത് തൊടുമ്പുള്ള അതിൻ്റെ ടെക്സ്ചറിലും വ്യത്യാസമുണ്ട്, ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്നതേനു. ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രെഡ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹാർഡായിട്ട് നിൽക്കും, ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് സക്സസ് ആവണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ജസ്റ്റ് അതൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 ബ്രെഡിൻ്റെ സ്ലൈസ് ഒരുമിച്ച് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഇതാ ഇങ്ങനെ ഒരു മൂടി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തേനെ. എന്നാലും ഞാൻ ഈ മൂടി വെച്ച് കട്ട് ചെയ്തപ്പം 2 ബ്രെഡും വേറെ വേറെ പീസായിട്ട് അങ്ങനെ മുറിഞ്ഞ് വരിക ചെയ്തത്. പക്ഷേ ഇത് കണ്ടില്ലേ, ഇത് സക്സസ് ആയിക്കുന്നത്. രണ്ടും കൂടെ അങ്ങനെ ഒട്ടിപ്പിടിച്ചേനെ കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ അന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടീനു, ഇത്താത്ത നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമ്മൾ ട്രൈ ചെയ്യുമ്പം ബ്രെഡ് ഇങ്ങനെ തന്നെയാണ് വരുന്നത്, ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതല്ല കേട്ടോ, നമ്മൾ വാങ്ങിക്കുന്ന ബ്രെഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതാ ഇതുപോലെ സാൻഡ്വിച്ച് ബ്രെഡ് തന്നെ നോക്കി വാങ്ങിച്ചാൽ മതി. പിന്നെ കുറച്ചധികം ഡേറ്റ് ഉള്ള ബ്രെഡും വാങ്ങാം. ഇങ്ങനെ എക്സ്പയറി ഡേറ്റ് അടുത്തത് വാങ്ങിക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പം അതും പെട്ടെന്ന് എന്താ പറയുക, അങ്ങനെ പൊടിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ടാവും. അതാ ചപ്പാത്തി പരത്താൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം പ്രസ്സിലൊന്ന് പരത്തിയിട്ട് പിന്നെയാണ് കേട്ടോ അത് റോൾ ചെയ്തെടുക്കൽ. അപ്പോൾ ഞാൻ ഈ ബാക്കി വന്നിട്ടുള്ള ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് ബ്രെഡ് ക്രംസ് ആക്കാനായിട്ട് പോവാണ്. നമുക്ക് ബ്രെഡ് ക്രംസും ആവശ്യമുണ്ട്, ആ ബ്രെഡ് ഒന്ന് മുക്കി പൊരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ആക്കിയെടുത്തേണ്.
ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ഒരു സൈഡിൽ അത് പരത്തുന്നുണ്ട്, പിന്നെ ഞാനിതാ ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ ബ്രെഡ് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ കിച്ചണിലെ പണിയൊക്കെ നടക്കൽ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് മൈദയും വെള്ളം കൂടെ ഇങ്ങനെ ഒരു സ്ലറി ആക്കി എടുത്തിട്ടുണ്ട്, കുറച്ച് ലൂസായിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് ഉണ്ടല്ലോ, അതാദ്യം ഈ മൈദയിൽ മുക്കിയിട്ട് പിന്നെ നമ്മളെ ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ നല്ലോണം ഇങ്ങനെ സീലായിട്ടല്ലേ നിൽക്കുന്നത് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഓയിൽ അതിൻ്റെ അകത്ത് കയറും. ഇപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കീന്. ഇനി നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ബ്രെഡിൻ്റെ പീസസ് ഇതിൽക്കായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം പൊരിച്ചെടുക്കുക. അതിൻ്റെ സൈഡൊക്കെ ഒരു ഗോൾഡൻ കളർ ആവണ വരെ നല്ലോണം പൊരിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി. ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വീർത്ത് വരിക. രണ്ട് ബ്രെഡും കൂടെ ഉള്ളിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കിട്ടും കേട്ടോ. നമുക്ക് കാണാൻ ശരിക്കും ഒരു നെയ്പ്പത്തിലിൻ്റെ പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 2 ബ്രെഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഞാനാകെ 3 മാത്രമേ ചെയ്യുന്നുള്ളൂ, നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ കണ്ടില്ലേ നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് വല്ലാതെ ഓയിൽ കുടിക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ അധികമായിട്ടൊന്നും കുടിക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാനത് ഓയിലിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത 2 പൊരിച്ചെടുക്കാം. ഇത് ഇടുന്ന സമയത്ത് തീ കൂട്ടി വെക്കരുത് കേട്ടോ. അങ്ങനെ തീ കൂടി കഴിഞ്ഞാൽ പുറം ഭാഗം ഭയങ്കരമായിട്ടുണ്ട് കളർ മാറും, ഒരു ബ്രൗൺ കളറിലേക്കൊക്കെ വരും. ബ്രെഡ് ക്രംസ് അല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ കളർ മാറും. ഉള്ളിലേക്ക് അങ്ങനെ വീർത്ത് വരാനുള്ള ഒരു ടൈം അതിന് കിട്ടില്ല. ഇപ്പം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതിങ്ങനെ വീർത്ത് വരുന്നത് കണ്ടില്ലേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. അമ്മ ചപ്പാത്തിയൊക്കെ പരത്തിയിട്ട് ഇനി അത് ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ നമുക്കിന്ന് ചിക്കൻ പൊരിച്ചതും കൂടെ ആക്കി തരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ചിക്കൻ കറി വലിയ താല്പര്യമില്ല, അപ്പോൾ ചിക്കൻ പൊരിച്ചത് ആക്കി തരുകയാണ്. പിന്നെ ഇതാ നമ്മളെ ബ്രെഡ് പോക്കറ്റിനായിട്ടുള്ള ബ്രെഡൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 3 ബ്രെഡിൻ്റെ പീസസും ഞാനിപ്പോൾ പൊരിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ തന്നെ പോയി തൊടാൻ നിൽക്കണ്ട, കാരണം നല്ല ചൂടുണ്ടേനി. ഞാനതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി നോക്കി, അപ്പം അതിൻ്റെ ഉള്ളിലത്തെ ആ ചൂടാവി കയ്യിലേക്ക് വന്നിട്ട് നല്ലോണം ഒന്ന് പൊള്ളിയ പോലെ ആയിട്ടുണ്ടേനു. അപ്പം തൊടാൻ നിൽക്കണ്ട കേട്ടോ. ഇത് പിന്നെ ഞാൻ കുറച്ച് ഫില്ലിങ് ബാക്കി ഉണ്ടായപ്പം അതുകൊണ്ട് മോമോസ് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഉമ്മൻ്റെ ചപ്പാത്തി എടുത്തിട്ട് അതൊന്നും കൂടെ ഒന്ന് പരത്തിയാണ്ട് അതിന് 4 വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇപ്പം ഞാൻ മാവാക്കിയിട്ടുള്ളത്. ശരിക്കും നമ്മൾ മോമോസിന് മൈദപ്പൊടിയിലല്ലേ ചെയ്യൽ, ഗോതമ്പ് പൊടി ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ 2 ചപ്പാത്തിയിൽ നിന്ന് ഞാനിപ്പോൾ അതാക്കീന്. അപ്പോൾ ഈ സമയമായപ്പോൾ നമ്മൾ ബ്രെഡ് പോക്കറ്റ് നല്ലോണം ചൂടാറിയിട്ടുണ്ടേനു. അങ്ങനെ ഞാനത് നടുവിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ അടർത്തി മാറ്റുമ്പം ശരിക്കും ഒരു പോക്കറ്റ് പോലെ തന്നെ ആയി വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി, കാരണം ഒരു പ്രാവശ്യം ഫെയിലായിട്ട് പിന്നെ പ്രാവശ്യം സക്സസ് ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല സന്തോഷമായി. അങ്ങനെ ഞാൻ 3 ബ്രെഡും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമുക്ക് ടോട്ടൽ 6 ബ്രെഡ് പോക്കറ്റാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കുകയാണ്. അത്യാവശ്യം ഫില്ലിങ് നിറയ്ക്കണേ, എന്നാലേ അത് കാണാനും പിന്നെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സാൻഡ്വിച്ച് ബ്രെഡ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ റെസിപ്പീസ് ഉണ്ടല്ലോ, അങ്ങനെ ബ്രെഡ് പ്രസ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത്, അതൊക്കെ നല്ല സക്സസ് ആയിട്ട് കിട്ടുമെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അതൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ മോമോസിനുള്ള കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇതാ അമ്മൻ്റെ ചിക്കൻ പൊരിച്ചതൊക്കെ റെഡി ആയിന്. ഇത് പിന്നെ അമ്മ ചപ്പാത്തി കുറച്ചധികം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പം അതിങ്ങനെ ഹാഫ് കുക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പം എടുത്തിട്ട് ചുട്ടെടുക്കാം. പിന്നെ ഞാനിതാ നമ്മളെ മോമോസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കുഞ്ഞ് റൗണ്ടായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഫില്ലിങ് മാത്രമേ വെക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒരു കുഞ്ഞ് മോമോസേനും അത്. അപ്പം എല്ലാത്തിലും ഞാൻ ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഒരു പകുതി സ്പൂണൊക്കെ വെക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ വെച്ചിട്ട് ആക്കിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്തേനെന്ന് വെച്ചാൽ മൈദ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പം അതിങ്ങനെ വലിഞ്ഞ് വരുമല്ലോ. അപ്പോൾ നമ്മൾ എത്ര ഫില്ലിങ് വെച്ച് കൊടുത്താലും അത് വലിഞ്ഞിട്ട് പൊട്ടിപ്പോകുന്നൊന്നും ഇല്ലേനോ. പക്ഷേ ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ചെറുതായിട്ട് പൊട്ടാനൊക്കെ തുടങ്ങിന്. അങ്ങനെ അതൊക്കെ ഞാൻ സ്റ്റീമറിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതപ്പം വെച്ച് കൊടുത്തേന്. ഇതിനി ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഉള്ളിലെ ചിക്കനൊക്കെ വെന്തതല്ലേ, ആ പുറത്തുള്ള അത് മാത്രമല്ലേ വേവാനുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് തന്നെ ധാരാളമാണ്. പിന്നെ അതാ നമ്മളെ പുഡിങ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ശരിക്കും നമ്മൾ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിൽ മിൽക്ക് എന്ന് പറയാം. പിന്നെ ഞാനിങ്ങനെ ഒരു ട്രേയിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ അവിൽ മിൽക്ക് പുഡിംഗ് എന്ന് പേരിട്ടിട്ടുള്ളത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് കടല ഇട്ട് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മളെ അവിൽ മിൽക്കിൻ്റെ പുഡിങ്ങും റെഡി ആയിട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കിയത് ഓരോന്നോരോന്നായിട്ട് ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. അമ്മ ചപ്പാത്തിയും ചിക്കനൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതാ പുഡിങ് വെച്ച്, പിന്നെ നമ്മളെ ബ്രെഡ് പോക്കറ്റ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതുപോലെ കറിയും പിന്നെ നമ്മളെ മോമോസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ജ്യൂസ് ഇന്ന് അമ്മ അടിച്ചത് പഴത്തിൻ്റെ ജ്യൂസാണ്. പഴവും പാലും കൂടെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ ജ്യൂസ് ഒന്ന് അടിച്ചിട്ടുണ്ടായത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ നോമ്പ് തുറക്കുകയാണ്. ആദ്യം കരയ്ക്കും വെള്ളം കുടിച്ച് പിന്നെ അതാ ജ്യൂസ് കുടിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉമ്മ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാൻ മറന്നുപോയി കേട്ടോ. തീരെ വിട്ടുപോയി, നോമ്പിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ മറന്നുപോയതാണ്. അപ്പോൾ ഞാനിതാ ആദ്യം നമ്മൾ പുഡിങ് ഒന്ന് ടേസ്റ്റ് നോക്കി. അപ്പോൾ അതിന് ഉമ്മ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടേനു. പിന്നെ പുഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ അവിൽ മിൽക്ക് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിനി, നല്ല തണുപ്പിൽ കഴിക്കാൻ അടിപൊളിയായിട്ടുണ്ട്. ഈ മോമോസിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അത് മൈദപ്പൊടി ആയാലും ഗോതമ്പ് പൊടി ആയാലും സെയിം ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അപ്പം ഗോതമ്പ് പൊടി വെച്ച് ചെയ്യണമല്ലേ കുറച്ചും കൂടെ ഹെൽത്തി. അങ്ങനെ ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാ ഫ്രൂട്ട്സ് മാങ്ങയും വത്തക്കയും പിന്നെ മുന്തിരിയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ബ്രെഡ് പോക്കറ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയതാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഓയിൽ തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലൊക്കെ ട്രൈ ചെയ്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കും. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും ഓയിൽ തന്നെ ചെയ്തെടുക്കുക. പിന്നെ അന്ന് പൊറാട്ട ഉണ്ടേനു. നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടായപ്പം അനിയൻ പോയിട്ട് കുറച്ച് പൊറാട്ട വാങ്ങിച്ചിട്ട് വന്നേനു. അപ്പോൾ ഞാൻ പൊറാട്ടയും ചിക്കൻ ഫ്രൈയും കൂടെ ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടേനി. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചിട്ടില്ല നമ്മളെ 3 റെസിപ്പീസും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. പിന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്